ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാൻ രാത്രി ഇന്നത്തെ 99 പോർട്ടലിന് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് കാര്യങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ട്. സോ പ്ലീസ് അത് കാണാം. ആൻഡ് ഓക്കെ, ഇന്ന് നമുക്ക് ജനറൽ റീഡിംഗ് എടുക്കാം. ഓക്കെ, ഈ ടു 999 പോർട്ടൽ. ഓക്കെ, 3 9 ആണ്. സോ അതിൻ്റെ വളരെ പവർഫുൾ ആയിട്ടുള്ള എനർജിയാണ്. ചില കാര്യങ്ങൾ റിലീസാവും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അവസാനിക്കുന്ന ഒരു സമയമാണ് എന്ന രീതിക്ക് എടുക്കാം. ആൻഡ് അതിനുശേഷം പക്ഷെ എപ്പോഴും പുതിയ തുടക്കങ്ങൾ, നല്ല തുടക്കങ്ങൾ വരും ചെയ്യും. ഓക്കെ, ചിലത് അവസാനിക്കും, ചില സൈക്കിൾസ് അവസാനിക്കും എന്ന് പറയാം, ചിലത് പുതിയത് സ്റ്റാർട്ട് ആവുകയും ചെയ്യും. ആൻഡ് എന്തെങ്കിലുമൊക്കെ ലെറ്റ് ഗോ ചെയ്യുക, റിലീസ് ചെയ്യാനൊക്കെ പറ്റിയ സമയമാണിത്. അങ്ങനെ അത് നമ്മുടെ കയ്യിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി അത് പോവും. ചിലത് അവസാനിക്കാനുള്ളത്, ഓക്കെ, പോവാനുള്ളത് പോവും എന്ന് തന്നെയാണ്. അതിപ്പോൾ വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ ടെൻഷനൊന്നും അടിക്കണ്ട. ഓക്കെ, ചിലത് നല്ലതല്ല, നമ്മൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പോവുക. സോ ഒരിക്കലും നിങ്ങളത് വറി ചെയ്യേണ്ട കാര്യമല്ല. നിങ്ങൾ പക്ഷെ എത്രത്തോളം നിങ്ങൾ സ്പിരിച്വലി അവെയർ ആണ് എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ സ്പിരിച്വലി അവെയർ ആണ്, നിങ്ങൾ അതിൻ്റെ ഈ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ചില കാര്യങ്ങൾ ഈ ഒരു സമയത്ത് അവസാനിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതെന്ത് തന്നെയായാലും നിങ്ങൾക്ക് നല്ലതല്ലാത്തതേ പോവുള്ളൂ. ഓക്കെ, ഡോണ്ട് വറി. പക്ഷെ അത് നിങ്ങൾക്കൊരു റിലീഫ് കൊണ്ടുവരും, നിങ്ങൾക്കൊരു സന്തോഷം, വേറെ എന്തെങ്കിലും നല്ല സന്തോഷങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരും ചെയ്യും. അങ്ങനെയാണ് യൂണിവേഴ്സ് വർക്ക് ചെയ്യുക. ചിലപ്പോൾ അതേ സാധനം, ഇപ്പം നമ്മൾ പറയില്ല, ചിലപ്പോൾ അവസാനിച്ചു പോയ കാര്യം തന്നെ, ഓക്കെ, ചിലപ്പോൾ അത് ബെറ്റർ ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും. അപ്പോഴേ നിങ്ങൾക്ക് അത് നല്ലതാവുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ, സോ മനസ്സിലാക്കാം. എന്തും സംഭവിക്കുന്നത് ഈ ലോകത്ത് യൂണിവേഴ്സ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ദൈവമായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതെപ്പോഴും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പം ഞാൻ കൂടുതൽ സംസാരിക്കണമെന്ന് ആരോ പറഞ്ഞു. ഓക്കെ, ശരി, എന്തായാലും കൂടുതൽ സംസാരിക്കുന്നില്ല, റീഡിങ് എടുക്കാം. നിങ്ങളുടെ ഈ ഒരു 999 പോർട്ടൽ, ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എന്താണ് കൊണ്ടുവരുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു പോർട്ടൽ നിങ്ങൾക്ക് എത്രത്തോളം എന്തൊക്കെയാണ് ലെറ്റ്സ് സീ. വാവ്, ക്വീൻ ഓഫ് വാൻഡ്സ് എനർജി, ബ്യൂട്ടിഫുൾ. വേൾഡ് കാർഡ്. ഓക്കെ, nice. Ace of Swords, awesome. ഒത്തിരി സ്പേസ് വേണം ഇതിന്. 8 of Swords and 7 of Cups. Okay, ഡീറ്റെയിൽ റീഡിങ് തന്നെ എടുക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഈ എനർജി, ഈ 999 പോർട്ടൽ എനർജി നിങ്ങൾക്ക് എന്തൊക്കെയാണ് കൊണ്ടുവരുന്നത് നോക്കാം നമുക്ക്. ഓക്കെ, മൂൺ കാർഡ്, പേജ് ഓഫ് സോർഡ്സ്, 4 of Cups, ഓക്കെ, ടവർ, അത് വരണമല്ലോ. ഓക്കെ, ആൻഡ് കിങ്, നൈറ്റ് ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് കപ്സ്, okay, 9 of Cups and 8 of Cups. ഓക്കെ, ആദ്യം തന്നെ ഇവിടെ കാണുന്നത് നിങ്ങളുടെ എനർജി. ഓക്കെ, നിങ്ങൾ ക്വീൻ ഓഫ് വാൻഡ്സ് എനർജിയിലാണ്. ക്വീൻ ഓഫ് വാൻഡ്സ് പറയുമ്പോൾ നിങ്ങൾ ലേഡീസ് ആവണം നിർബന്ധമില്ല. പ്ലീസ് ജെൻസ് വാച്ച് ചെയ്യുന്നവരായാലും ഓക്കെ, കാർഡിൻ്റെ ഇത് വെച്ചിട്ട് നിങ്ങൾ ആലോചിക്കേണ്ട. ഞാൻ പറയുന്ന എനർജിയെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ക്വീൻ ഓഫ് വാൻഡ്സ് എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ കേപ്പബിൾ ആയിട്ടുള്ള വ്യക്തികൾ. ഓക്കെ, കുറച്ച് പേർക്ക് കാണാൻ അട്രാക്റ്റീവ് കൂടിയായിരിക്കാം നിങ്ങൾ. ഓക്കെ, കാണാൻ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ എന്ന് മാത്രമല്ല, പക്ഷെ ഇതിൽ സ്വഭാവം വയസ്സ് കൂടിയാണ് പറയുന്നത്. സ്വഭാവം, കഴിവുകൾ, നിങ്ങൾ സ്നേഹം കൊടുക്കുന്ന വ്യക്തികളുമായിരിക്കും. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളുമാണ്. ഓക്കെ, ഇത് ഒരു വളരെ ശരിക്കും ആക്ച്വലി ക്വീൻ ഓഫ് വാൻഡ്സ് എനർജി എപ്പോഴും നമ്മൾ പ്രാക്ടിക്കലുമാണ്, ഇമോഷണലുമാണ്, അതിൻ്റെ ഒരു പെർഫെക്റ്റ് ബാലൻസ് ആണ് എന്ന രീതിക്കാണ് എടുക്കുക നമ്മൾ. അതായത് പ്രാക്ടിക്കലായിട്ടും ചിന്തിക്കും, ഇമോഷണലായിട്ടും ചിന്തിക്കും, അങ്ങനത്തെ വ്യക്തികൾ. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ലൈക്ക്
നിങ്ങൾക്ക് പല കഴിവുകളും ഉണ്ടാവും. ഓക്കെ, എന്ന് മാത്രമല്ല നിങ്ങൾ മറ്റുള്ളവരെ കെയർ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. അതുപോലെ തന്നെ കെയർ ചെയ്യുന്ന വ്യക്തികളായിരിക്കും. അതുപോലെ തന്നെ അവരെ സ്നേഹം കൊടുക്കാനായാലും എന്തിനായാലും ഓക്കെ എല്ലാം ചെയ്യും. പക്ഷെ അത് അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എല്ലാം പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചുകൂടി നിങ്ങൾ ചെയ്യുന്ന വ്യക്തികളായിരിക്കും. എന്ന് മാത്രമല്ല മറ്റുള്ളവരെ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യും. ഓക്കെ, മറ്റുള്ളവരെ നല്ലൊരു ഫ്രണ്ടായിട്ട് നിന്ന് അവരെ കൂടി ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ എല്ലാം ഓക്കെ. എന്ന് വെച്ചാൽ നിങ്ങൾ അവരെ അങ്ങനെ നമ്മൾ പറയില്ലേ, എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പോട്ടെ സാരില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന നേച്ചറല്ല. ഓക്കെ, നിങ്ങൾ അവർക്ക് ധൈര്യം കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. സോ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഇവിടെ. കോൺഫിഡൻ്റ് ആയിട്ടുള്ള വ്യക്തികൾ, ബോൾഡ് ആയിട്ടുള്ള വ്യക്തികൾ, അറ്റ് ദ സെയിം ടൈം ഇമോഷണലുമാണ്. മറ്റുള്ളവരുടെ ഇമോഷൻസ് നിങ്ങൾ മനസ്സിലാക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു നേച്ചറാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ അങ്ങനെ ഒരു എനർജിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓവർ ഇമോഷണൽ അല്ല, അതാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങളുടെ ആ ഒരു ഇമോഷണലിൻ്റെ കൂടെ നിങ്ങൾ കുറച്ചുകൂടി പ്രാക്ടിക്കൽ കൂടി ചേർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോ അതാണ് ഇവിടെ നിങ്ങളുടെ മാറ്റമാണിത്. ഇങ്ങനെ നിങ്ങൾ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആൻഡ് കോൺഫിഡൻറ്റ് ആയിട്ട്, ബ്യൂട്ടിഫുൾ ആവണമെന്നില്ല ഹാൻസം ആയാലും ഓക്കെ, ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ, ഹാൻസം ആൻഡ് കോൺഫിഡൻറ്റ് വ്യക്തിയായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. ടാലൻറ്റഡ് ആയിരിക്കും, നിങ്ങൾക്ക് കഴിവുകൾ ഉണ്ടാവും, എല്ലാം ഞാൻ നിങ്ങളെ ഒത്തിരി ഒന്ന് പറയട്ടെ. ഓക്കെ, സോ യെസ്, നിങ്ങൾ വളരെ ഏറ്റവും ബെസ്റ്റ് ഒരു ഇതിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. ആൻഡ് ഇവിടെ അങ്ങനെ നിങ്ങളാവുമ്പോഴാണ് ഇവിടെ കംപ്ലീഷൻ വരുന്നത്. ഞാനിതാണ് നേരത്തെ പറഞ്ഞ 9ന്റെ കാര്യം പറഞ്ഞു ഞാൻ. ചില കാര്യങ്ങൾ അവസാനിക്കുക. വേൾഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കംപ്ലീഷൻ എന്ന് ഉദ്ദേശിക്കുക, അല്ലെങ്കിൽ ഒരു സൈക്കിളിൻ്റെ എൻഡിങ് എന്ന് പറയും. ഓക്കെ, ചില കാര്യങ്ങൾ അവസാനിക്കും. പക്ഷേ വേൾഡ് കാർഡ് എന്ന് ഒരു ചക്രം ആലോചിക്കുക, ഒരു ഇങ്ങനെ തിരിഞ്ഞു വരുന്ന ഒരു കഥ ആലോചിക്കുക. അവസാനിക്കും, പക്ഷെ സർക്കിൾ ആകുമ്പോൾ എങ്ങനെയാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. സോ അങ്ങനെയാണ് വേൾഡിനെ നമ്മൾ ഉദ്ദേശിക്കുക. അപ്പോൾ എന്തെങ്കിലും അവസാനിച്ച് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ചില കാര്യങ്ങൾ അവസാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അതൊരിക്കലും നിങ്ങൾക്ക് മോശമല്ല. ഞാൻ അതാണ് നേരത്തെയും പറഞ്ഞത്, നിങ്ങൾക്ക് ഒരിക്കലും അത് മോശത്തിൻ്റെ കാര്യമല്ല. നിങ്ങൾക്ക് നല്ലതല്ലാത്തതെല്ലാം നിങ്ങൾ അവസാനിപ്പിക്കും. ഓക്കെ, നിങ്ങളായിട്ട് ചെയ്യും അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് ചെയ്യും. ഏതെങ്കിലും ഒന്നും നടക്കും. യൂണിവേഴ്സായിട്ട് തന്നെ ചിലപ്പോൾ ചെയ്യും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിന്ന് ചില കാര്യങ്ങൾ അവസാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് വേറെ പുതിയ തുടക്കങ്ങളും വരുന്നുണ്ട്. ഏസ് ഓഫ് സോർഡ്സ് ആണ്. നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നതാണ് എനിക്ക് കാണുന്നത്. ആക്ഷൻസ് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു ട്രൂത്ത് ആൻഡ് ക്ലാരിറ്റി ആൻഡ് അത് മാത്രമല്ല കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, അങ്ങനെ നിങ്ങളൊരു ആക്ഷൻ എടുക്കും. ഐ തിങ്ക് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ നല്ല അല്ലാത്ത അതിനെ വെട്ടിമാറ്റാൻ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നതായിട്ടായിരിക്കാം. കാരണം ഇവിടെ 8 ഓഫ് സോർഡ്സ് എനർജിയാണ്. 8 ഓഫ് സോർഡ്സ് പറയുമ്പോൾ നിങ്ങൾ എന്തോ പെട്ട് നിൽക്കുന്നതിൽ നിന്ന് ഓക്കെ ഒരു സ്റ്റക്കായിട്ട് നിങ്ങൾക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളുടെ മനസ്സിൻ്റെ തോന്നലുകളായിരിക്കാം, നിങ്ങളുടെ സാഹചര്യങ്ങളായിരിക്കാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എൻ്റെ പല സാഹചര്യങ്ങളും എന്നെ തടഞ്ഞു നിർത്തുന്നു, എൻ്റെ ലൈഫ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നു എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ അതിനെ മറികടക്കാൻ എപ്പോഴും നമ്മൾ തന്നെ ശ്രമിക്കണം. ഇത് നമ്മുടെ മനസ്സിൻ്റെ തോന്നലാണ്. നമുക്ക് പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് എപ്പോഴും അത് നമ്മളുടെ തോന്നൽ മാത്രമാണ്. ഈ കാർഡ് വെച്ചിട്ട് ഞാനിപ്പോൾ പറയാം. ഇവിടെ 8 സോഡ്സ് ആണ് ഇവിടെ ചുറ്റുമുള്ളത്. ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്, കണ്ണ് കെട്ടിയിട്ടുണ്ട്, ഓക്കെ, കൈയൊക്കെ കെട്ടിയിട്ടുണ്ട്. പക്ഷെ അവരെ കാല് ഫ്രീ ആണ് ശരിക്കും. ഓക്കെ, അവരെ കാലിവിടെ ഫ്രീ ആണ്. ആൻഡ് ഇവിടെ ഇതിൻ്റെ ഇടയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ശരിക്കും നമുക്കൊരാൾക്ക് വേണമെങ്കിൽ നടന്നിറങ്ങാം അല്ലേ. ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഇറങ്ങി പോകാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ അവർ ചെയ്യുന്നില്ല. കാരണം എന്താ, കണ്ണ് കെട്ടിയിരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ അവർക്ക് തോന്നുന്നത് എനിക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നൊരു തോന്നൽ. ഓക്കെ, അവനവൻ നമ്മളായിട്ട് ചെയ്യുന്നതാണിത്. ഓക്കെ, ശരിക്കും പിന്നെ വേണമെങ്കിൽ അവർ ഒരല്പം നടന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ ആരെങ്കിലും സഹായിക്കാൻ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അവർക്ക് പുറത്ത് വരാനുള്ളൊരു വഴി കിട്ടും അല്ലേ. പക്ഷെ അവർ ചെയ്യാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ ഇത് നിങ്ങളെ പറയുകയാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ എന്തിലൊക്കെയോ പെട്ട് നിൽക്കുകയാണ്, അതിൽ നിങ്ങൾക്ക് പുറത്ത് വരാൻ അതിപ്പോൾ നിങ്ങളുടെ സാഹചര്യം, ഫാമിലി, കുടുംബം എന്തു പറയും, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവരെന്തു പറയും, പിന്നെ നിങ്ങളുടെ തന്നെ പേടികൾ ഓക്കെ അതും ഉണ്ടാവും, ഫിയേഴ്സ് ഉണ്ടാവും. നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നടന്നില്ലെങ്കിലോ, തോറ്റുപോയാലോ, എനിക്ക് കിട്ടിയില്ലെങ്കിലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഓക്കെ. ഇതെല്ലാം നിങ്ങളുടെ മൈൻഡിൽ പല ചിന്തകളും നിങ്ങളെ തടസ്സപ്പെടുത്തുകയാണ്. ഓക്കെ, നിങ്ങളുടെ സ്വന്തം ചിന്ത. ഞാനിപ്പോൾ ഇതിൽ നിന്ന് പുറത്ത് വന്നാൽ തന്നെ ഓക്കെ, ഞാനൊരു ആക്ഷൻ എടുത്താൽ ഓക്കെ മറ്റുള്ളവരെന്ത് പറയും, ഞാനിതിൽ നിന്ന് പുറത്ത് വന്ന് എനിക്കായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ, എൻ്റെ ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുത്താൽ ഓക്കെ അത് മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷെ അത് ശരിക്കും നിങ്ങളെ ഇങ്ങനെ തടസ്സപ്പെടുത്തി നിർത്തിയിട്ടും നിങ്ങളുടെ ജീവിതമാണ് അവിടെ ബ്ലോക്ക് ആവുന്നത്. ഓക്കെ, നിങ്ങളുടെ സന്തോഷങ്ങളാണ് അവിടെ ബ്ലോക്ക് ആവുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും ഇതിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് പുറത്തു വരാൻ നമ്മൾ തന്നെ ചിന്തിക്കണം. ഇല്ല, ഞാനൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ബെറ്റർ ഓപ്ഷൻ ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയണം. ഓക്കെ, ഇതിൽ നിന്ന് ഞാൻ പുറത്തു വരാൻ ശ്രമിക്കട്ടെ എന്ന് നിങ്ങൾ തന്നെ കരുതണം. ഓക്കെ, ഇതിലിവിടെ കാണിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെയാണ്. മേ ബി കുറച്ച് പേർക്ക് ഫാമിലിയൊക്കെ ആയിരിക്കാം തടസ്സം. റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവാം. നമ്മൾ പറയില്ല ബാധ്യതകൾ, നമുക്ക്
ഞാൻ എപ്പോഴും വിചാരിക്കും അങ്ങനെ പറയരുതെന്ന്. കടമകൾ, നമ്മുടെ കടമകൾ. പക്ഷെ അത് കടമകളുടെ ഇടയിൽ കൂടി നമുക്ക് പല കാര്യങ്ങളും ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ, ഒരല്പം ശ്രമിച്ചു കഴിഞ്ഞാൽ, ഒരല്പം വിട്ടുവീഴ്ചകളും കാര്യങ്ങളും നമ്മളായാലും നമ്മുടെ കൂടെയുള്ളവരെയും നിങ്ങൾക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ അതിനുള്ള ശ്രമം പോലും നിങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്നെ സപ്പോർട്ട് ചെയ്യില്ല. ഓക്കെ, അങ്ങനെ പല തോന്നലുകളും. ഇവിടെ ആക്ച്വലി ഒരു ഒറ്റപ്പെട്ടൊരു ഫീലിംഗ് കൂടിയാണ്. എന്നെ സഹായിക്കാൻ ആരുമില്ല. നിങ്ങൾ ഒരു കാത്തിരിക്കുന്ന പോലെയാണ് എന്നെ ആരെങ്കിലും ഒരിക്കലും ഇല്ല. ഓക്കെ, നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾ തന്നെ മുൻകൈ എടുക്കണം. ഓക്കെ, വേറെ ആരും വരില്ല എന്നുള്ള സത്യമാണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങളുടെ ഒരു ആക്ഷൻ എടുക്കാൻ നിങ്ങൾ തയ്യാറാവുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഇവിടെ 7 ഓഫ് കപ്സ്, ഇത് നിങ്ങൾ ഇതിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിൽ വരും. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് വേറെ ലൈഫിൽ എന്താ വേണ്ടത് എന്ന് ചിന്തിക്കാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇതിൽ ആക്ച്വലി ഇതൊരു അല്പം നെഗറ്റീവ് കാർഡാണ്, പക്ഷെ ഞാൻ അങ്ങനെ കണക്കാക്കുന്നില്ല, പോട്ടെ. ഓക്കെ, നിങ്ങൾക്ക് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട്. ഓക്കെ, നിങ്ങൾക്ക് പല പല ആഗ്രഹങ്ങളുണ്ട്. സോ അതൊക്കെ നേടണമെങ്കിൽ നിങ്ങളായിട്ട് തന്നെ ഈ ഒരു സ്റ്റെപ്പ് എടുക്കണം എന്ന രീതിക്കാണ്. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് തുറന്നും വരും. ഓക്കെ, നമ്മൾ പറയില്ലേ, ഇതിൽ ഒന്ന് പുറത്ത് നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഞാനതാ പറഞ്ഞു, നിങ്ങൾക്ക് വഴികൾ കിട്ടും. ഓക്കെ, ആദ്യത്തെ ഒരു സ്റ്റെപ്പ് പക്ഷെ ധൈര്യം വെച്ച് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഓക്കെ, വേറെ ആരും വന്ന് നിങ്ങൾക്കത് ചെയ്ത് തരില്ല. ഓക്കെ, പേടിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ, ജീവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ജീവിക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് വേറെ പലതും കിട്ടും എന്ന് കാണുന്നുണ്ട്. വെറുതെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഓക്കെ, അതിന് വേണ്ട ആക്ഷൻ കൂടി എടുക്കണം എന്നുകൂടിയാണ്. ഞാനിവിടെ മൂണുണ്ട്, നിങ്ങൾക്ക് ക്ലിയർ അല്ല, നിങ്ങൾക്ക് മുന്നോട്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളിൽ ക്ലിയർ അല്ല, അതിനിവിടെ ക്ലാരിറ്റി വരും എന്നും കാണുന്നുണ്ട്. ഓക്കെ, പേജ് ഓഫ് സോർട്സ് എനർജിയാണ്. സോ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്നുണ്ട്. ഓക്കെ, ആക്ച്വലി ഇതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ഇത് കുറച്ചുകൂടി നമ്മൾ സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കുന്ന കാര്യമാണ്. ഇവിടെ നമ്മൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുന്നത് എന്ന് പറയും. അതായത് എന്തെങ്കിലുമൊക്കെ ഐഡിയ, നമ്മൾ വഴികൾ തെളിഞ്ഞു കിട്ടുക, അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാർഡാണിത്. നിങ്ങൾ ഇവിടുന്ന് ഈ ഒരു സിറ്റുവേഷനിൽ മേ ബി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി ഓക്കെ സ്റ്റെപ്സ് എടുക്കാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് കാണുന്നുണ്ട്. പിന്നെ ഇത് 4 ഓഫ് കപ്സ് എനർജി. നിങ്ങളിത് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ, ഓക്കെ, നിങ്ങൾ സപ്പോസ് ഈ ഒരു സ്റ്റെപ്പ് എടുക്കുന്നില്ല എന്ന് വിചാരിക്കും, നിങ്ങളിങ്ങനെ പെട്ടുകൊണ്ട് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ, ഓക്കെ, നിങ്ങൾ സാഹചര്യത്തിനെ കുറ്റം പറയും. ഇത് പലരും പറയുന്നൊരു കാര്യമാണ്, സാഹചര്യം അങ്ങനെയാണ്, എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, എനിക്ക് പറ്റുന്നില്ല എന്ന് പറയും. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ ശരിക്കും നിങ്ങൾ നന്നായിട്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് അത്രത്തോളം വേണം എന്ന ഒരു കാര്യം എന്ന് നിങ്ങൾ തോന്നുന്ന കാര്യങ്ങളിൽ ഓക്കെ, നിങ്ങൾ ഈ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ മറികടക്കും. ഓക്കെ, ഇത് നിങ്ങൾ ലൈഫിനൊന്നെടുത്ത് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരെ നിങ്ങൾ നോക്കുക. പലരും പറയും എനിക്ക് ആ സാഹചര്യമാണ് പ്രശ്നം, ഈ സാഹചര്യമാണ് പ്രശ്നം എന്ന് പറയും. പക്ഷേ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്കോ ശരിക്കും ഒരു അത്രത്തോളം അത്യാവശ്യമാണ്, ഞാൻ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ എനിക്കത് പോയേ പറ്റൂ, അല്ലെങ്കിൽ ചെയ്തേ പറ്റൂ എന്നുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഈ സാഹചര്യങ്ങളൊക്കെ മറികടക്കും. ഓക്കെ, അത് എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. സോ സാഹചര്യത്തിന് ഒരിക്കലും കൂട്ടുപിടിക്കാതിരിക്കുക. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, സാഹചര്യം എന്നുള്ളത് ഒരു എക്സ്ക്യൂസേ അല്ല. ഓക്കെ, അവിടെ നിങ്ങളുടെ കയ്യിലാണുള്ളത് ആ സാഹചര്യം എങ്ങനെ മാറ്റാം എന്നുള്ളത്, മാറ്റണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണുള്ളത്. സോ അതിനെ മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എൻ്റെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആക്ച്വലി നിങ്ങളത് ശ്രദ്ധിക്കാതിരുന്നാൽ, നിങ്ങളുടെ മുമ്പിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുള്ള കാര്യങ്ങളുണ്ട്, നിങ്ങൾ അതിനൊന്നും നോക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ വേറെ ലൈക്ക് എന്താ പറയുക, നിങ്ങളിങ്ങനെ ഉള്ളതിനെ നിങ്ങൾ കാണുന്നില്ല, അതുമാണ് അർത്ഥം. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, പക്ഷേ നിങ്ങൾ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ യൂണിവേഴ്സിൻ്റെ ഒരു കോൾ എന്ന് പറയാം. അതായത് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്, ഇനി ഇങ്ങനെ സ്റ്റക്കായിട്ട് ഇരിക്കരുത്, നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ കയ്യിലെടുക്കും, നിങ്ങൾക്കെല്ലാം ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ എല്ലാ കഴിവും ഉണ്ട്, യൂണിവേഴ്സ് തരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഇങ്ങനെ പെട്ട് നിന്ന് കഴിഞ്ഞാൽ ഓക്കെ, യൂണിവേഴ്സിന് അവസാനം നിവർത്തിയില്ലാതെ ടവർ മൊമെൻറ്റ് കൊണ്ടുവരേണ്ടി വരും. ഓക്കെ, ടവർ മൊമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചില കാര്യങ്ങൾ വേൾഡ് ഓൾറെഡി എൻഡിങ്ങിൻ്റെ ആയിരുന്നു പറഞ്ഞ ടവറും അങ്ങനത്തെ ഒരു എനർജി തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ. എന്തെങ്കിലുമൊക്കെ യൂണിവേഴ്സായിട്ട് തന്നെ അവിടെ പ്രശ്നങ്ങൾ വരുത്തും. കാരണം അപ്പോൾ മാത്രമേ നിങ്ങൾ അവിടുന്ന് ഓക്കെ ഇനി ഇങ്ങനെ നമ്മൾ നിന്നാൽ പറ്റില്ല എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥ നിങ്ങളെ എത്തിക്കും. ഓക്കെ, അങ്ങനെ നിങ്ങൾ വരാതിരിക്കണമെങ്കിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ തന്നെ ആക്ഷൻ എടുക്കാൻ തയ്യാറാവുക. ഓക്കെ, നിങ്ങൾ തന്നെ ഇനി ഒരു നമ്മൾ പറയില്ലേ, നിങ്ങളെ അല്ലെങ്കിൽ ചിലപ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ ഈ ഒരു സ്റ്റേജ് എത്തിക്കും. അതായത് നിങ്ങൾക്കിനി ഇതിൽ നിന്ന് പുറത്ത് വരാൻ നിങ്ങൾ തന്നെ ശ്രമിച്ചേ പറ്റൂ. അവസാനം കാരണം ഇവിടെ ഒരു ബിൽഡിംഗ് തകർന്നു വീഴാണ്. ഇപ്പം നിങ്ങൾ ഇതിൽ ഈ പെട്ട് നിൽക്കുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണെന്ന് വിചാരിക്കൂ. ഓക്കെ, അവിടെ തകർന്നു വീണ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ശ്രമിച്ചേ പറ്റൂ ഇനി വേറെ എന്തെങ്കിലും ചെയ്യാൻ, അല്ലേ? അങ്ങനെ ഒരു സ്റ്റേജ് യൂണിവേഴ്സ് എത്തിക്കും. ഓക്കെ,
സോ ചില ടവർ മൊമെന്റ്സ് വരാനുള്ള സാധ്യതയുണ്ട് മുന്നോട്ട് പോകുമ്പോൾ. പക്ഷെ അത് നിങ്ങൾക്ക് അഗൈൻ ഞാൻ പറയാറുണ്ട്, ഇതൊക്കെ നല്ല ഇനാണ്. ഓക്കെ, കാരണം നിങ്ങളെ ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പുറത്തു വരാൻ, നിങ്ങളുടെ സ്വന്തം കഴിവ് മനസ്സിലാക്കാൻ, നിങ്ങളെ തന്നെ കോൺഫിഡൻസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ ഓക്കെ യൂണിവേഴ്സായിട്ട് ചില കാര്യങ്ങൾ ചെയ്യും എന്നാണ് കാണുന്നത്. ഓക്കെ, അതിനു മുമ്പ് നിങ്ങളായിട്ട് തന്നെ മനസ്സിലാക്കി സ്റ്റെപ്സ് എടുക്കാൻ തുടങ്ങും. ഓക്കെ, ആൻഡ് ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് എനർജി ഉണ്ട്. നൈറ്റ് ഓഫ് കപ്സ് ഇത് എനിക്ക് നിങ്ങൾക്ക് ഒരു ഓഫർ വരുന്നതായിട്ട് പറയാം. ഓക്കെ, ഒരു ഓഫർ എന്ന് പറയുമ്പോൾ ഇത് കുറച്ച് പേർക്ക് നിങ്ങളുടെ കരിയറിൻ്റെ കാര്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും നിങ്ങൾക്കൊരു സന്തോഷത്തിൻ്റെ ഒരു കാര്യം എന്ന് പറയാം. നിങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അത് നിങ്ങൾക്ക് കുറെ കൂടി ലൈക്ക് എന്താ പറയുക, വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കാര്യം. സ്റ്റേബിൾ എന്ന് പറയുന്നില്ല, കുറെ നല്ല ജെനുവൈൻ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വരും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സന്തോഷം വരുന്നതായിട്ട് കാണുന്നുണ്ട്, ഒരു പേഴ്സൺ വരുന്നതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ജോലിയുടെ ഓഫർ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ലൈഫിൽ എന്ത് തന്നെയായാലും എനിക്ക് ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നാണ് പറയുന്നത്. ബട്ട് അതിനു വേണ്ടി ഞാൻ പറഞ്ഞു, ഓക്കെ, നിങ്ങളുടെ നെക്സ്റ്റ് ആക്ഷൻ നിങ്ങൾ എടുത്തേ പറ്റൂ. മാറ്റം ഇതാണ് വരാൻ പോകുന്നത്. മാറ്റം വരാൻ പോകുന്നത് നിങ്ങൾ അവസാനം നിങ്ങൾ തീരുമാനിക്കുന്നതായിട്ട് ഇനി ഇങ്ങനെ എനിക്ക് നല്ലതല്ലാത്ത എൻ്റെ ലൈഫെന്ന് ഞാനായിട്ട് എടുത്ത് മാറ്റും എന്നുള്ള തീരുമാനം നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരും, അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് അത് ചെയ്യിപ്പിക്കും. ഓക്കെ, യൂണിവേഴ്സായിട്ട് തന്നെ ചില മാറ്റങ്ങൾ അവിടെ കൊണ്ടുവരും. ആ ചേഞ്ച് ഓക്കെ നിങ്ങൾക്ക് വളരെ നല്ല, ആക്ച്വലി നിങ്ങളെ കുറച്ചൊക്കെ എന്താ പറയുക, ഒന്ന് ഹെർമിറ്റ് മോഡിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ കുറച്ചൊന്ന് ചിന്തിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് പോകാനുള്ള സാധ്യതയാണ്. ഓക്കെ, നിങ്ങൾ അവനവൻ്റെ ഉള്ളിലേക്ക് പോയി നിങ്ങൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന പോലെയാണ്. എൻ്റെ ഇഷ്ടം എന്താണ്, ഞാൻ എന്താ ഈ ചെയ്യുന്ന ജീവിതത്തിൽ എന്നൊക്കെ കുറച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നതായിട്ട്. ഓക്കെ, ആൻഡ് ഇവിടെ 8 ഓഫ് കപ്സും ഉണ്ട്. സോ എന്തെന്നോ വാക്കിംഗ് അവേ ആണ്. വീണ്ടും ഞാൻ പറഞ്ഞ പോലെ ചില എന്താ പറയുക, ചില സിറ്റുവേഷൻസ്, ഇതും 8 ആയിരുന്നു. 8 ഓഫ് സോഡ്സ് ആൻഡ് 8 ഓഫ് ഇത് രണ്ടും തമ്മിലുള്ള കണക്ഷൻ ഞാൻ പറഞ്ഞുതരാം. 8 ഓഫ് സോഡ്സ് നമ്മൾ പെട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, 8 ഓഫ് കപ്സ് നമ്മൾ ചിലത് പിന്നിൽ ഉപേക്ഷിച്ച് പോവുക എന്നാണ്. സോ നിങ്ങളിവിടെ ഇതിൽ നിന്ന് പുറത്ത് വന്ന് നിങ്ങൾ മുന്നോട്ട് ലൈഫിലേക്ക് പോകുന്നു എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ആൻഡ് അതിനുശേഷം ഇവിടെ സക്സസ് ആണ് എനിക്ക് കിട്ടുന്നത്. സക്സസ്, സൺ, വാവ്, എല്ലാം ബ്യൂട്ടിഫുൾ. ആക്ച്വലി നിങ്ങൾക്ക് വളരെ മനോഹരമായ ഒരു ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ കടക്കും. ആൻഡ് നിങ്ങൾക്ക് എന്ത് ചെയ്താലും നിങ്ങൾക്ക് അതിലൊരു സക്സസ് വരും എന്നുമാണ് കാണുന്നത്. പക്ഷേ ഈ വേൾഡ് കാർഡ് നമ്മൾ സക്സസിൻ്റെ തന്നെയാണ് പറയാം. ഓക്കെ, ആ സക്സസിന് വേണ്ടിയിട്ട് പക്ഷേ ചില ആക്ഷൻസ് നിങ്ങൾ എടുക്കാനുണ്ട്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു സ്റ്റെപ്പ് എടുക്കണം എന്നുള്ള ഒരു വാർണിംഗ് ആണ് ഇവിടെ യൂണിവേഴ്സ് തരുന്നത്. ഓക്കെ, ബി റെഡി ഫോർ ചേഞ്ച് എന്നാ പറയുന്നത്. ഓക്കെ, മാറ്റങ്ങൾക്ക് തയ്യാറാവൂ. ഓക്കെ, ആ മാറ്റങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ നല്ല ഒരു ഫ്യൂച്ചറിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോവുക. പേടിച്ച് നിൽക്കരുത്, നിങ്ങൾ തന്നെ സ്വയം പെട്ട് നിൽക്കരുത് ഇങ്ങനത്തെ ഒരു എനർജിയിൽ. ഓക്കെ, എന്തായാലും ഈ 9 പോർട്ടലിൽ ഓക്കെ നിങ്ങൾ ചില കാര്യങ്ങൾ തിരിച്ചറിയുമെന്നുള്ളതാണ് മെയിൻ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ മൂൺ എനർജി നമ്മൾ പറയുന്നത് മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കൺഫ്യൂഷൻ എന്ന് പറയാം. ഓക്കെ, കൺഫ്യൂഷൻ, കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വ്യക്തതയില്ലായ്മ, ഓക്കെ അങ്ങനത്തെ കാര്യങ്ങളാണ്. ബട്ട് അതിനൊക്കെ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. ആ ക്ലാരിറ്റി കിട്ടുമ്പോൾ നിങ്ങൾ ചില ആക്ഷൻസ് എടുക്കും എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ആക്ഷൻ എടുക്കുമ്പോൾ യെസ് ചില ടവർ മൊമെന്റ് വരും, ചില കാര്യങ്ങൾ അവസാനിച്ചു പോവും. ടെൻഷൻ വേണ്ട. ഓക്കെ, ഡോണ്ട് വറി, എല്ലാം നല്ലതിന് തന്നെ ആവുള്ളൂ, ഉറപ്പാണ്. ഗണേശ് എടുത്തിട്ട് കുറേ ദിവസമായി. പ്രോസ്പെരിറ്റി, യെസ്. സ്പിരിച്വൽ പ്രാക്ടീസ്, വെരി ഗുഡ്. ഓപ്പൺനെസ്, 9 നമ്പറാണ്. അഗെയിൻ വാവ്, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. എനിവേ, എൻലൈറ്റൻമെൻറ്റ്, സ്പ്ലെൻഡർ, ഒന്നുകൂടെ എടുത്ത് വയ്ക്കാം. എന്തോ ഒരു wow, my and personal transform, oh my god. ഓക്കെ, ആദ്യം പറഞ്ഞത് പ്രോസ്പെരിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് സക്സസ് വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിജയം, എന്താ പറയുക, നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടുക, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. ഓക്കെ, കുറച്ച് പേർക്ക് മണി വൈസ് ആയിരിക്കാം, കുറച്ച് പേർക്ക് പണത്തിൻ്റെ കാര്യത്തിൽ അബണ്ടൻസ് ആയിരിക്കാം. പ്രോസ്പെരിറ്റി നിങ്ങൾക്ക് മുന്നോട്ട് കാത്തിരിക്കുന്നു നിങ്ങളെ. ഓക്കെ, ആൻഡ് ഇവിടെ സ്പിരിച്വൽ പ്രാക്ടീസേഴ്സ്, നിങ്ങൾ കൂടുതൽ സ്പിരിച്വൽ പ്രാക്ടീസിലേക്ക് പോകുന്നതായിട്ട് അതാണ് ഞാൻ പറഞ്ഞ ഹെർമിറ്റ് മോഡ്. സോ നിങ്ങൾ കുറച്ചുകൂടി യൂണിവേഴ്സുമായിട്ട് കണക്ട് ആവും. ആക്ച്വലി 9 നമ്പർ തന്നെയാണ് ഇവിടെയും. ഓക്കെ, സോ 9 ആണ്. സോ യെസ്, ഈ പോർട്ടൽ നിങ്ങളെ ഐ തിങ്ക് കുറച്ചുകൂടി സ്പിരിച്വൽ കൂടി ആക്കും. എന്ന് വെച്ചാൽ നിങ്ങളൊന്നുമില്ല, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുന്നതായിട്ടെല്ലാം ഒരു യൂണിവേഴ്സൽ എനർജി ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കി അതിനെ സറണ്ടർ ചെയ്യാൻ തുടങ്ങുന്ന രീതിയിൽ കുറച്ചുകൂടി സ്പിരിച്വൽ പ്രാക്ടീസസ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കാം. മെഡിറ്റേഷനോ പ്രേയേഴ്സോ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാം. ആക്ച്വലി ചെയ്യും എന്നാണ് കാണുന്നത്. ഓപ്പൺനെസ് എന്ന് പറയുന്നുണ്ട്, നിങ്ങളോട് പറയുന്നത് ഓപ്പൺ ആയിട്ടിരിക്കുക, മനസ്സ് ഓപ്പൺ ആക്കി വെക്കുക, ഹാർട്ട് ഓപ്പൺ ആക്കി വെക്കുക. ഓക്കെ, എല്ലാം എന്തും വരുന്നത് സ്വീകരിക്കാനും, എന്തെങ്കിലും വിട്ടു പോകുന്നുണ്ടെങ്കിൽ തന്നെ അതിനെയും ഒക്കെ നല്ലതാണ് എന്നൊക്കെ ഒരു മനസ്സ് നിങ്ങൾ വളരെ ഓപ്പൺ ആയിട്ടിരിക്കുക. ആൻഡ് ഇവിടെ ഇത് എൻലൈറ്റൻമെന്റ്, ഞാൻ എന്താ പറഞ്ഞത്, നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും.
ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കും, നിങ്ങൾക്ക് ചില ഇൻഫർമേഷൻ കിട്ടുന്നതായിരിക്കാം, ചില കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും. ദാറ്റ് ഇവിടെ ശരിക്കും എൻലൈറ്റൻമെൻറ്റ് ആക്ച്വലി ഇത് നമ്മൾ കുറച്ചുകൂടി സ്പിരിച്വൽ എൻലൈറ്റൻമെൻ്റ് ആണ്. അല്ലാതെ ശരിക്കും കാര്യങ്ങൾ അറിയുന്നത് മാത്രമല്ല, നിങ്ങൾക്ക് എവിടെയോ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് എല്ലാം പറഞ്ഞുതരും. ഓക്കെ, നിങ്ങളുടെ മുന്നിൽ എന്താണ് ശരി, എന്താണ് തെറ്റ്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട എല്ലാം യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരും. ഓക്കെ, സോ എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയുന്ന നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആൻഡ് പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ, യെസ്, ഞാൻ പറഞ്ഞ ഒരു മാറ്റം, ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളിലാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ സിറ്റുവേഷൻ സാഹചര്യം മാറുന്നത് യെസ്, ഓക്കെ, പക്ഷെ അത് മാറ്റം വരുന്നത് എപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മളാണ് മാറാൻ തുടങ്ങുക. നമ്മൾ മാറുമ്പോൾ സാഹചര്യങ്ങൾ മാറും. അങ്ങനെയാണ് ഈ വരി ഐ തിങ്ക് നിങ്ങൾക്കായിട്ട് കാണും. നമ്മൾ മാറുമ്പോൾ സാഹചര്യങ്ങൾ മാറും. ഓക്കെ, ബിഗിനിങ്സ്, ന്യൂ ബിഗിനിങ്സ് എന്തോ എനിക്ക് എടുക്കാൻ തോന്നിയപ്പോൾ എന്തെങ്കിലും പുതിയ തുടക്കങ്ങൾ. ഏസ് ഓഫ് സോർട്സ് നമ്മൾ അത് തന്നെയാണ്, ന്യൂ ബിഗിനിങ് എന്ന് തന്നെയാണ് പറയുക. ഇതും അത് തന്നെയാണ്. സോ ന്യൂ ബിഗിനിങ് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്നാണ്. ആൻഡ് സ്പ്ലെൻഡർ എന്ന് പറയുമ്പോഴും നമ്മളെല്ലാം നമുക്ക് ലൈഫിലെല്ലാം നല്ല നല്ല കാര്യങ്ങൾ, നല്ല സാധനങ്ങളൊക്കെ കിട്ടാൻ പോകുന്നു. വീട്, പണം, കാറ്, whatever നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ. ഓക്കെ, നിങ്ങൾക്കൊരു നല്ല ലൈഫ് പോട്ടെ, നമ്മൾ കാറും ഇതൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ബട്ട് ഓവറോൾ നിങ്ങൾക്ക് സന്തോഷം, സമാധാനം, ഓക്കെ, നിങ്ങൾക്ക് ആഗ്രഹമുള്ള പോലെ എന്തെങ്കിലും നല്ല നല്ല സാധനങ്ങൾ എല്ലാം നിങ്ങൾക്ക് വരാൻ പോകുന്നു. ഓക്കെ, ആൻഡ് ഞാൻ പ്രത്യേകം ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, ഇത് മാത്രം കുറച്ച് വേറെയാണ്. ഓക്കെ, നോ പ്രോബ്ലം. 45, 18, 27, 9, 9, 9. എനിക്കത് വളരെ സന്തോഷം തോന്നി. ആൻഡ് ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 9 കഴിഞ്ഞാൽ എന്താണ്, 9 കഴിഞ്ഞാൽ നമ്മുടെ പോർട്ടൽ നമ്മൾ പറയുന്നത് എൻഡിങ് വരുന്നു എന്ന് പറഞ്ഞു അല്ലേ. ചില കാര്യങ്ങൾ എൻഡായി പോകുന്നു, അതിന് ശേഷം എന്താ വരിക, പുതിയ തുടക്കങ്ങളാണ് വരിക. എപ്പോഴും എൻഡിങ്ങിന് ശേഷം ന്യൂ ബിഗിനിങ്. നമ്മൾ വേൾഡിന് തന്നെ ഞാൻ അതാ പറഞ്ഞത്. സോ ദാറ്റ് മീൻസ് 1 എന്നുള്ള നമ്പർ, 1 അല്ലേ നമുക്ക് എപ്പോഴും ന്യൂ ബിഗിനിങ്. സോ അഗൈൻ 1 ന്യൂ ബിഗിനിങ്. 46, 10, 1 അഗൈൻ. ആൻഡ് സ്പിരിച്വൽ പ്രാക്ടീസ് അഗൈൻ 19, അഗൈൻ 10 ആണ് ഇവിടെ. 10 എന്ന് പറയുമ്പോഴും 1 ആണ്. ഓക്കെ, സോ നമുക്കിവിടെ കറക്റ്റായിട്ട് 9s വന്നു, 1, 1, 1 വന്നു. സോ ന്യൂ ബിഗിനിങ് എന്നുള്ളതും യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട്. ഇതൊരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ ആക്ച്വലി 8 നമ്പറാണ്. 8 എന്ന് പറയുമ്പോൾ നമുക്ക് കാർമിക് നമ്പറായിട്ട് എടുക്കാം. നിങ്ങളുടെ കർമ്മ അവസാനിച്ച്, ഓക്കെ, നിങ്ങൾക്ക് അതായത് വേദനകൾ, വിഷമങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അവസാനിച്ച് നിങ്ങളിൽ മാറ്റങ്ങൾ, നിങ്ങൾക്ക് നല്ല ലൈഫിലേക്ക് നിങ്ങൾ കടക്കാൻ പോകുന്നു എന്ന് തന്നെയാണ്. ആൻഡ് അതിന് മെയിനായിട്ട് വേണ്ടത് സ്പിരിച്വൽ പ്രാക്ടീസസ് ആണ്. പ്രാർത്ഥന കാര്യങ്ങൾ ചെയ്യാം നല്ലോണം. യൂണിവേഴ്സിൽ എപ്പോഴും സമർപ്പിച്ച് നിങ്ങൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും, എന്ത് ചെയ്യുമ്പോഴും യൂണിവേഴ്സിൽ സമർപ്പിച്ച് ചെയ്യുക. ഒരു വിശ്വാസം, ട്രസ്റ്റ് യൂണിവേഴ്സിൽ വെക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ എഫേർട്ട് വേണ്ട എന്നല്ല കേട്ടോ, നമ്മളും ചെയ്യണം. ഓക്കെ, എല്ലാം നല്ലത് വരട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ആൻഡ് ഇവിടെ ഇതും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ഹീലിംഗ് ആണ് ഇവിടെ. ഹീലിംഗ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഓക്കെ എല്ലാം ബെറ്റർ ആവാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹീലിംഗ് വരുന്നു, സന്തോഷങ്ങൾ വരുന്നു, സമാധാനം വരുന്നു, പീസ് വരുന്നു എന്നൊക്കെ തന്നെയാണ് അല്ലേ. നിങ്ങൾക്ക് എന്തെങ്കിലും വേദനകൾ, വിഷമങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാം മാറിയിട്ട് നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരുന്നു. അതിലും നമ്പർ നോക്കൂ, 36 ആണ്. ഹീലിംഗ് ആണ്. 9 ആണ് ടോട്ടൽ അഗൈൻ. സോ നമുക്കിവിടെ 4 9 ആണ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് ഇതിലും ഇവിടെ 9 ഓൾറെഡി ഉണ്ടായിരുന്നു. ഓക്കെ, എനിവേ ബട്ട് ഓക്കെ. സോ എനിക്ക് വളരെ ഇഷ്ടമായി റീഡിങ്. എനിവേ ഒന്നുകൂടി എല്ലാവർക്കും വളരെ നല്ല ദിവസമായിരിക്കട്ടെ. ആൻഡ് മാനിഫെസ്റ്റേഷൻസ് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ വീഡിയോ ഇട്ടത്, നിങ്ങൾ രാത്രി ഇട്ടത് നിങ്ങൾ അതെടുത്ത് കാണാൻ ശ്രമിക്കും. ഓക്കെ, ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ആൻഡ് എല്ലാവരോടും ദൈവത്തിനോട് ഞാനും പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലത് വരാൻ. എനിക്ക് വേണ്ടി നിങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.